നമസ്കാരം. നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ സൂപ്പർ പൊസിഷൻ തിയറി ഒക്കെ പോലത്തെ നമ്മൾ ശരിക്കും പറഞ്ഞ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. കാരണം അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും. സോ അതെന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. കാരണം അതും കൂടി അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ സൂപ്പർ പൊസിഷൻ ആണെങ്കിലും തെവനിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആ ഒരു ന്യൂമറിക്കൽസ് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് വോൾട്ടേജ് ഡിവിഷൻ എന്നാണ്. എന്താണ് വോൾട്ടേജ് ഡിവിഷൻ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, 2 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഒരു 5 ഓം ആണ്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഒരു 10 ഓം ആണെന്ന് കണക്കാക്കാം. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇല്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടെ 24 വോൾട്ടിന്റെ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കറണ്ട് കടന്നു പോകാനായിട്ട് നമുക്ക് ഒരൊറ്റ വഴിയുള്ളൂ, അല്ലേ? ഈ ഒരൊറ്റ പാത്തേ ഉള്ളൂ കറണ്ട് കടന്നു പോകാനായിട്ട്. അതൊക്കെ സംശയമൊന്നുമില്ല. ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരൊറ്റ പാത്തേ ഉള്ളൂ, ഒരു കറണ്ട് പാത്ത് മാത്രമേ ഉള്ളൂ. സോ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 24 വോൾട്ട് അല്ലെങ്കിൽ ഈ വോൾട്ടേജ് നമ്മൾ 24 വോൾട്ട് കൊടുക്കുന്നത് ഈ റെസിസ്റ്റർ R1 നമുക്ക് കൊടുക്കാൻ R1ലും അതുപോലെ തന്നെ ഈ റെസിസ്റ്റർ ആയിട്ടുള്ള R2ലും എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ V1 ആയിട്ടും ഇവിടെ V2 ആയിട്ടും. കാരണം ഈ റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ച് ഇവിടെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഇവിടെ എന്താവും? ഡ്രോപ്പ് ആവും. എവിടെ? ഈ 5 ഓമില്. അതുപോലെ തന്നെ 10 ഓമിലും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് എന്ത് വോൾട്ടേജ് ഡ്രോപ്പ് ആവും. സോ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈ വ്യത്യസ്ത കമ്പോണന്റിൽ, അതായത് റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആയി പോകുന്നില്ലേ? അതായത് ഈ കൊടുത്ത V1 ആയിട്ടും V2 ആയിട്ടും ഈ മാറിപ്പോകുന്ന ആ ഒരു സംഗതി, ആ ഒരു ഷെയറിംഗ് ഓഫ് വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയും? ഷെയറിംഗ് ഓഫ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് വോൾട്ടേജ്. ആ ഷെയറിംഗ് ഓഫ് വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയും? വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയും. സോ ഒരു സീരീസ് സർക്യൂട്ടിലാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അല്ലേ? അപ്പം അത് ഷെയർ ചെയ്യാന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ഓരോ റെസിസ്റ്ററിലേക്കും ഷെയർ ചെയ്തിട്ടാണ് അവിടെ ഡ്രോപ്പ് ആവുന്നത്. സോ സ്വാഭാവികമായിട്ട് അതിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് ഡിവിഷൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ V1, അതായത് ഈ R1ൽ ഡ്രോപ്പ് ആയിട്ടുള്ള വോൾട്ടേജും V2 R2ൽ ഡ്രോപ്പ് ആയിട്ടുള്ള വോൾട്ടേജും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ഇനി നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ പഠിക്കാനായിട്ട് നമുക്കിവിടെ കറണ്ട് തന്നിട്ടില്ല, അല്ലേ? കറണ്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് V1ഉം അതുപോലെ തന്നെ V2ഉം നമുക്ക് പെട്ടെന്ന് ഒരു സിമ്പിൾ ഇക്വേഷൻ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ? ഒരു സീരീസ് സർക്യൂട്ടിലാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുക. സോ ഒരു സീരീസ് സർക്യൂട്ടിൽ എന്താ? വോൾട്ടേജ് across any resistor is directly proportional to its resistance. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ സർക്യൂട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ 5 ഓം റെസിസ്റ്റർ ആണ്, ഇവിടെ 10 ഓം റെസിസ്റ്റർ ആണ്, അല്ലെ? ഇനി ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ 24 വോൾട്ട് സപ്ലൈ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് വോൾട്ടേജ് അക്രോസ് എനി റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ 5 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്. ഈ 5 ഓമിന് അനുസരിച്ചുള്ള ഈ റെസിസ്റ്റൻസിനനുസരിച്ചുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ആവുക, V1. അതുപോലെ തന്നെ 10 ഓം റെസിസ്റ്റർ ഉണ്ട്. ഈ 10 ഓം ആ വാല്യൂ അനുസരിച്ചുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ആവുക. അതാണ് പറയുന്നത്. ഇവിടെ R1, ഇവിടെ R2. ഓക്കെ, വോൾട്ടേജ് അക്രോസ് എനി റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുകയും കുറയുകയും അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഈ പർട്ടിക്കുലർ റെസിസ്റ്റൻസിന് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഈ V1 കണ്ടുപിടിക്കാം? അതായത് R1 റെസിസ്റ്റൻസിന്റെ അക്രോസ് R1ലെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ. R1ലെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മളൊരു ചോദ്യം തരികയാണ്, ഫൈൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 എന്ന് ചോദിക്കുക. കറണ്ടും തന്നിട്ടില്ല, വോൾട്ടേജ് പക്ഷേ ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് കാണാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് V1 കണ്ടുപിടിക്കാനായിട്ട്
ടോട്ടൽ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലെ, ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും ഇൻറ്റു നമുക്ക് ഏത് റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ, അതായത് V1 എന്ന് പറഞ്ഞാൽ R1 റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ളതാണ്. സോ R1 ഡിവൈഡഡ് ബൈ, പിന്നെ നമുക്ക് ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്ററുകൾ എത്രയാണോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു സീരീസ് സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം R1 പ്ലസ് R2 ആയി. സോ അതുപോലെ തന്നെ V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടോട്ടൽ വോൾട്ടേജ് അവിടെ ഉണ്ട് ഇൻറ്റു എന്ത് ചെയ്യണം, V2 എന്ന് പറഞ്ഞാൽ R2 റെസിസ്റ്ററിന്റെ അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ സ്വാഭാവികമായിട്ടും R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ആ ഇക്വേഷൻ. അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മളൊരു പ്രോബ്ലം ചെയ്യാം, അത് നമുക്ക് ഇത് തന്നെ ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഈ R1നെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിച്ചാലോ. വോൾട്ടേജ് ഡ്രോപ്പ്, വോൾട്ടേജ് അക്രോസ് R1 റെസിസ്റ്റർ, ഇവിടുത്തെ R1 റെസിസ്റ്റർ ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പം V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാ, 24 ഇൻറ്റു R1 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 10 എന്ത് വരും, ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 5 പ്ലസ് 10 50. അപ്പോൾ 5/50 വരും. ഇനി എന്ത് ചെയ്യണം, ഇതും വെട്ടുമ്പോൾ 1 ഇവിടെ 3 വരും. ഇനി 24 ഡിവൈഡഡ് ബൈ 3 വരും അല്ലെ. 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 8 വോൾട്ട്. അപ്പൊ സോ ഈ 5 ഓം റെസിസ്റ്ററിൽ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് എത്രയാണ്, 8 വോൾട്ട് ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10 വോൾട്ടിന്റെ നമുക്ക് ഈ 10 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് വീഴുന്ന V2 കണ്ടുപിടിച്ച് നോക്കിയാലോ. V2 is equal to ടോട്ടൽ വോൾട്ടേജ് 24 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 10, അതായത് 24 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 15. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 5 വെച്ച് നോക്കുമ്പോൾ 2, 5, 10, 3, 5, 15. അപ്പം എന്ത് വരും, 20. ഇനി ഇതിനെ വെട്ടാം അല്ലെ. ഒരു 3, 3, 8, 3, 24. അപ്പം ഇനി വരുന്നത് 8ഉം 2ഉം, ഇവിടെ 8 ഇൻറ്റു 2 വരും, ഇസ് ഈക്വൽ ടു 16. സോ 16 വോൾട്ട് എന്ന് കിട്ടും. സോ ഇവിടെ 10 ഓം റെസിസ്റ്ററിന് ഡ്രോപ്പ് ആവുന്നത് എത്രയാ, 16 വോൾട്ട്. ഇനി ഈ 16ഉം 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്, 24 വോൾട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ. അതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ചെയ്ത പോലത്തെ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തുണ്ട്, ഒരു 2 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് R1 എന്ന് കൊടുക്കാം, R2 എന്ന് കൊടുക്കാം. ഇതിന്റെ വാല്യൂ 6 ഓം ആണ്, ഇതിന്റെ വാല്യൂ 6 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. പ്ലസ് മൈനസ്, ഇനി 24 വോൾട്ട് സപ്ലൈ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R1നും R2ലും അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. R1ൽ അക്രോസ് അവിടെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് V1 ആണ്, ഇവിടെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് എത്രയാണ്, V2 ആണ്. അങ്ങനെ V1 കണ്ടുപിടിക്കാൻ നമുക്കറിയാം V ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, V1 is equal to 6 അല്ല 24 സെക്കൻഡ് 24 ഇൻറ്റു R1 എത്രയാ, 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 6, R1 പ്ലസ് R2. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് 24 ഇൻറ്റു 6/12 എന്ന് വരും. ഇതും വെട്ടിപ്പോയി, ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു. അങ്ങനെയാണെങ്കിൽ 24ഉം 2ഉം വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്ത് വരും, 12 വോൾട്ട് എന്ന് വരും അല്ലെ. അപ്പം V1 എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് എന്ന് കിട്ടി. അതായത് നമ്മുടെ 6 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 6 ഓം റെസിസ്റ്ററിനല്ലേ, നമുക്ക് ഇതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. V2 നമുക്ക് ഡയറക്റ്റ് എഴുതിക്കൂടെ, എത്രയായിരിക്കും, കാരണം ഈ ഫസ്റ്റ് 6 ഓമിൽ 12 വോൾട്ട് ഡ്രോപ്പ് ആയി, ഇനി ബാക്കി എത്രയേ ഉള്ളൂ, 12 വോൾട്ട് അല്ലേ ഉള്ളൂ. അപ്പം അതും 6 ഓം റെസിസ്റ്റർ തന്നെയല്ലേ ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും V2 എത്രയായിരിക്കും, 12 വോൾട്ട് തന്നെയായിരിക്കും. അതായത് അടുത്ത 6 ഓം R2 6 ഓമിന്റെ വീഴുന്ന ഡ്രോപ്പും എത്രയായിരിക്കും, 12 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ചോദ്യം ചെയ്താൽ 30 വോൾട്ട് സോഴ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്,
10 ഓമും 20 ഓമും റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് 20 ഓം റെസിസ്റ്റർ ആണ് ഇരിക്കുന്നത്. 20 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, 2 റെസിസ്റ്റർ, അതിനെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് സോഴ്സ് ഇത് 30 വോൾട്ട് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 2 റെസിസ്റ്ററുകളാണ് 10 ഓമും 20 ഓമും. കറണ്ട് സപ്ലൈ ഉണ്ട്, പക്ഷെ നമുക്ക് വാല്യൂ അറിയില്ല. അപ്പൊ ചോദിച്ചിരിക്കുന്നത് 20 ഓമിന്റെ 20 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് വീഴുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. നമുക്ക് ഇതിൽ വീഴുന്നത് V1 ആയിട്ടും ഇതിൽ V2 ആയിട്ട് എടുക്കാലോ. ഇത് R1ഉം ഇത് R2 ആക്കി എടുക്കാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V2 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 20 ഓം എന്ന് പറഞ്ഞാൽ R2 ആണ്, അതിന് ഡ്രോപ്പ് ആവുന്ന V2 ആണ്. V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ആ റെസിസ്റ്റർ, ഏത് റെസിസ്റ്ററാണ്? R2 അല്ലെ, R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഈക്വൽ ടു 30 ഇൻറ്റു R2 എന്ന് പറയുന്നത് 20 ആണ്, ബൈ എന്ത് വരും? R1 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 20, ഇനി എന്ത് വരും? 30 ഇൻറ്റു 20 ബൈ 30. ഈ 30 ക്യാൻസൽ ആയി പോലെ ബാക്കി എന്ത് വരും? 20 വോൾട്ട്. സോ V2 നമുക്ക് കിട്ടി 20 വോൾട്ട്. 20 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് എത്രയാണ്? 20 വോൾട്ട് ആണ്. 20 ഓം റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് 20 വോൾട്ട് ആണ്. അതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കിയാലോ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 60 വോൾട്ടിന്റെ സപ്ലൈ തന്നിട്ടുണ്ട്. 5 ഓമും 10 ഓമും 15 ഓമും റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. എത്രയാണ്? 60 വോൾട്ട് സപ്ലൈ ആണ് അല്ലെ. നമുക്കിവിടെ 5 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്, 10 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്, 15 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ചോദ്യം എന്താണ്? ഫൈൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിനും അക്രോസ് വീഴുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ V1ഉം ഇവിടെ V2ഉം ഇവിടെ V3 ആണ്. സോ എന്താണ്? ഇവിടെ I ഉണ്ട്, I നമുക്കറിയില്ല അല്ലെ. ഇതിപ്പോ എങ്ങനെ ചെയ്യും നമ്മള്? അതായത് ആദ്യം നമ്മൾ V1 കണ്ടുപിടിക്കണം അല്ലെ. V1 ഈസ് ഈക്വൽ ടു, V1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു അത് ഏതിന്റെ റെസിസ്റ്റർ ആണ്? R1 ആണ് അല്ലെ. R1 R2 R3. അപ്പം R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3 എന്നൊരു V എന്ന് പറഞ്ഞാൽ 60 ആണ്, ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഡിവൈഡഡ് ബൈ 5 പ്ലസ് 10 പ്ലസ് 15. ഇത് ചെയ്യുന്ന സമയത്ത് 60 ഇൻറ്റു എന്ത് വരും? 5 അവിടെ ഉണ്ട്, ഡിവൈഡ് ബൈ 10 5 15 15 15 30 വരും അല്ലെ. ഈ 30ഉം ഈ 60ഉം വെട്ടിക്കളയാലോ. ഒരു 30 30, 2 30 60. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു 5 ഈക്വൽ ടു 10 വോൾട്ട്. സോ നമുക്ക് V1 കിട്ടി 10 വോൾട്ട്. ഇനി നമുക്ക് V2 കണ്ടുപിടിക്കണം അല്ലെ. V2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏതാണ്? V2ന്റെ റെസിസ്റ്റർ R2 ആണ്. R2 എന്ന് പറഞ്ഞാൽ R2 ഡിവൈഡ് ബൈ ടോട്ടൽ R1 പ്ലസ് R2 പ്ലസ് R3. അതായത് 60 ഇൻറ്റു 10 അല്ലെ, 10 അല്ലേ R2, ഡിവൈഡ് ബൈ 5 പ്ലസ് 10 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 30 അല്ലെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 30 30 20 30 60. അങ്ങനെ വരുന്ന സമയത്ത് V2 എന്ത് കിട്ടും? 2 ഇൻറ്റു 10 ആണ്, 2 ഇൻറ്റു 10 20 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം V3 എങ്ങനെ കണ്ടുപിടിക്കും? V ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. അതായത് 60 ഇൻറ്റു R3 ന്റെ വാല്യൂ എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 30. ഇനി അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെയിം അല്ലേ. 5 പ്ലസ് 10 പ്ലസ് 15 30 ആണ്. 30ഉം 60ഉം വെട്ടി ഇവിടെ 1 ഇവിടെ 2. അങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു 2 എത്രയാണ്? 30 വോൾട്ട്. അപ്പം V3 കിട്ടി 30 വോൾട്ട്. അപ്പം V1 ഈസ് ഈക്വൽ ടു എത്രയാ? 10 വോൾട്ട്. V2 ഈസ് ഈക്വൽ ടു എത്രയാ? 20 വോൾട്ട്. V3 ഈസ് ഈക്വൽ ടു 30 വോൾട്ട്. ഇനി ഇത് മൂന്നും കൂടി കൂട്ടിക്ക് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ആയിട്ടുള്ള 60 വോൾട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂളിന്റെ ഒരു പ്രോബ്ലം. ഇത്
വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. അടുത്തത് കറണ്ട് ഡിവിഷൻ ആണ്. കറണ്ട് ഡിവിഷൻ റൂള്. കറണ്ട് ഡിവൈഡർ റൂൾ എന്നൊക്കെ പറയും. അതിൽ ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് കറണ്ട് ഡിവിഷൻ എന്നാണ്. കറണ്ട് ഡിവിഷൻ. ഇപ്പൊ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഇത് R1 R2 ഇതിലൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട് അല്ലെ? സോ നമുക്കറിയാം ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് നമ്മൾ ഇതിന് അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജ് ഒരു പാരലൽ സർക്യൂട്ടിൽ ഓരോ ബ്രാഞ്ചിലും സെയിം ആയിരിക്കും. ഇപ്പൊ R1 ഉള്ള ബ്രാഞ്ചിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇതിന് അക്രോസ് നോക്കി സെയിം ആയിരിക്കും. ഇവിടെയും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും ഒരു പാരലൽ സർക്യൂട്ടിൽ. എന്നാൽ നമ്മുടെ ഈ പാരലൽ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയായിരിക്കും? ഈ പോകുന്ന I കറണ്ട് തന്നെ ആയിരിക്കോ R1ലേക്കും R2ലേക്കും പോവുക? അല്ല. കാരണം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ഡിവൈഡ് ചെയ്യും. സോ അതാണ് കറണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ I1 ആയിട്ടും ഇവിടെ I2 ആയിട്ടും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കറണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് രണ്ട് പാത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മെയിൻ കറണ്ട് വരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും? രണ്ട് പാത്തായിട്ട് ഇത് തിരിയും. സോ കറണ്ട് സ്പ്ലിറ്റ് ആവും. ഇതിനെയാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. കറണ്ട് സ്പ്ലിറ്റ് ആവും. കറണ്ട് സ്പ്ലിറ്റ് ആവും. അതിനെയാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താണ് കറണ്ട് ഡിവിഷൻ റൂള് അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞാൽ? ഒരു പാരലൽ സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ പറഞ്ഞത് ഒരു സീരീസ് സർക്യൂട്ടിന്റെ കേസിലാണ്. കറണ്ട് ഡിവൈഡർ റൂൾ നമ്മൾ പറയുക പാരലൽ സർക്യൂട്ടിന്റെ കേസിലാണ്. സോ പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഇപ്പൊ ബ്രാഞ്ച് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്ത് കറണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു രണ്ട് റെസിസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ R1 ഉണ്ട്, അതിന്റെ വാല്യൂ നമുക്കൊരു R ഓം എന്ന് കൊടുക്കാം. ഇവിടെ R2 ഉണ്ട്, അതിന്റെ വാല്യൂ നമുക്ക് ഒരു 3 ഓം എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് ഒരു 12 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് എന്താണ് ഇതിലൂടെയും ഈ വരുന്ന ഇൻകമിങ് കറണ്ട് I1 ആയിട്ടും I2 ആയിട്ടും എന്താവുന്നുണ്ട്? സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഒരു പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ബ്രാഞ്ച് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കുന്നതാണ്. ഈ ബ്രാഞ്ച് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഫോർമാറ്റ്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ കറണ്ട് കുറവായിരിക്കും അതിലൂടെ കടന്നു പോവുക. ഇനി അടുത്തൊരു കേസിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവാണ്, കുറഞ്ഞ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ആ ബ്രാഞ്ചിലുള്ളതെങ്കിൽ അവിടെ ഒഴുകുന്ന കറണ്ട് കൂടുതലായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ഈ R1ലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ I1 ആണ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടോട്ടൽ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടോട്ടൽ കറണ്ട് ഇൻറ്റു R1ലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് I1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓപ്പോസിറ്റിലെ, അതായത് ഒരു മിനിറ്റ്, ഓപ്പോസിറ്റ് റെസിസ്റ്റർ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് I1 എന്ന് പറഞ്ഞാൽ R1 റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ I ഇൻറ്റു ടോട്ടൽ കറണ്ട് നമുക്ക് തന്നിരിക്കും ഇൻറ്റു R2 ഓപ്പോസിറ്റ് സൈഡിലെ R2 അഥവാ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിവൈഡ് ബൈ ആ R1 പ്ലസ് R2 ചെയ്താൽ മതി. രണ്ട് റെസിസ്റ്ററും കൂടി എത്രയാണോ ആ ബ്രാഞ്ചിലുള്ളത് അല്ലെങ്കിൽ ആ സീരീസ് ഉള്ളത് അവിടെ അത്രയും ചെയ്താൽ മതി. R1 പ്ലസ് R2. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? I1 കണ്ടുപിടിക്കാനായിട്ട് I എത്രയാ? 12 ആണ് ഇൻറ്റു R2 3 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3. ഇത് ചെയ്യുന്ന സമയത്ത് 12 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 3 9. ഈ 9ഉം 3ഉം വെട്ടിപ്പോവില്ലേ? എത്രയാ? ഒരു 3 3 3 9 അല്ലെ? ഈ 3ഉം 12ഉം വെട്ടിപ്പോവും. ഒരു 3 3 4 3 12. അങ്ങനെ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? I1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4 ആംപിയർ കിട്ടും. ക്ലിയർ ആണോ? അതായത് 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ് എന്ത്? 6 ഓം. 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് 4 ആംപിയർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതേപോലെ തന്നെ I2 അങ്ങനെ കണ്ടുപിടിക്കാം. I2 ഇതാണ് I1 കാണാനുള്ള ഇക്വേഷൻ.
I2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ കറണ്ട് ഇൻറ്റു I2 ഒഴുകുന്നത് R2 ലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ I2 കണ്ടുപിടിക്കാനായിട്ട് R2 ലൂടെ ഒഴുകുന്ന I2 കണ്ടുപിടിക്കാനായിട്ട് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ സം. ഇതെങ്ങനെ വരും? I എന്ന് പറഞ്ഞാൽ 12 ആണ്, ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എത്രയാ? 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3. ഇത് ചെയ്യുന്ന സമയത്ത് 12 ഇൻറ്റു 6 ബൈ 9. ഇനി 23 6, 3 9, 1 3 3, 4 3 12. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 2 8 ആംപിയർ എന്ന് കിട്ടും. ഇവിടെ I2 എത്രയാ? 8 ആംപിയർ. അപ്പോൾ നമുക്ക് I1 കിട്ടി എത്രയാണ്? 4 ആംപിയർ. I2 കിട്ടി എത്രയാ? 8 ആംപിയർ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ കറണ്ട് ആയിട്ടുള്ള 12 ആംപിയർ കിട്ടും. ഓക്കെ, ഇതാണ് കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞാൽ. ഈ I1 എന്ന് പറഞ്ഞാൽ R1 റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. I2 എന്ന് പറഞ്ഞാൽ R2 റെസിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മളിവിടെ ചെയ്ത പ്രോബ്ലം തന്നെ അല്ലെ? 6 3 എന്ത് ചെയ്തിട്ടുണ്ട്? പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലെ? 6 3 അത് ഓരോന്നും കണ്ടുപിടിച്ചു. I1 4 ആയിട്ടും I2 8 ആയിട്ടും നമുക്ക് കിട്ടി. I1 4 ആംപിയർ ആയിട്ടും I2 8 ആംപിയർ ആയിട്ടും കിട്ടി. ഓക്കെ, നമ്മളൊന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തത് വേറൊരു പാരലൽ സർക്യൂട്ടാണ്. 5 ഓമിന്റെയും 20 ഓമിന്റെയും രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 5 ഓം 20 ഓം. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര തന്നിട്ടുള്ളത്? 10 ആംപിയർ ആണ്. 10 ആംപിയർ കറണ്ട് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ. അപ്പം ഈ I വരുന്നത് ഇവിടെ I1 ആയിട്ടും ഇവിടെ I2 ആയിട്ടും സ്പ്ലിറ്റ് ആവുന്ന കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വരുന്ന ഇൻകമിംഗ് കറണ്ട് ഓരോ ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റ് ആവും അല്ലെ? അപ്പോൾ ഇവിടെ R1 ഉണ്ട്, ഇവിടെ നമുക്ക് R2 ഉണ്ട്. R1ലൂടെ ഒഴുകുന്ന I1 കാണാനായിട്ട് നമുക്കറിയാം ടോട്ടൽ കറണ്ട് ഇൻറ്റു എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു I എത്രയാ തന്നെ? 10 ആംപിയർ അല്ലെ? 10 ഇൻറ്റു R2 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 20. ഇത് ചെയ്യുന്ന സമയത്ത് 10 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 25. ഇനി 4 5 20 ആണ്. I 5 25 ആണ്. ഒരു 5 5 ആണ്. 2 ഇൻറ്റു 5 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വാല്യൂ എത്ര വരും? I1 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 ആംപിയർ എന്ന് വരും. 8 ആംപിയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ? കാരണം 5 ഓമിന്റെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് 8 ആംപിയർ ആണ്. ഇനി നമുക്ക് I2 കണ്ടുപിടിക്കാം. അതായത് 20 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. I2 അതും ഇതേപോലെ തന്നെ ടോട്ടൽ കറണ്ട് ഇൻറ്റു I2 എന്ന് പറഞ്ഞാൽ R2ലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു I എത്രയാണ്? 10 ആംപിയർ ഇൻറ്റു R1 5 ഓം ആണ് ഡിവൈഡ് ബൈ 5 പ്ലസ് 20. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 10 ഇൻറ്റു 5 ബൈ 25 വരും. ഇനി നമുക്ക് 25നെയും 5നെയും വെട്ടാം. ഒരു 5 5, I 5 25. 5നെയും 10നെയും വെട്ടാം. ഒരു 5 5, 5 10. 2 മാത്രം ബാക്കിയായി. I2 is equal to 2 ആംപിയർ. നോക്കിക്കേ, I1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 8 ആംപിയർ എന്നാണ്. I2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 2 ആംപിയർ ആണ്. അതായത് I1 എന്ന് പറഞ്ഞാൽ 5 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ കുറവാണ്, അപ്പൊ കൂടുതൽ കറണ്ട് അതിലൂടെ ഒഴുകി. ഇനി 20 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ് I2. ഈ വാല്യൂ ഇത്രയും 5നെയും കാട്ടി കൂടുതലല്ല. 20 ഓം ആയതുകൊണ്ട് അവിടെ ഒഴുകുന്ന കറണ്ട് കുറവായിരിക്കും. ഇത് രണ്ടും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടോട്ടൽ കറണ്ട് കിട്ടുകയും വേണം. അതാണ് കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കി തന്നെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി
നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സീരീസ് റെസിസ്റ്ററുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ റൂളാണ്. പാരലൽ റെസിസ്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ കറണ്ട് ഡിവൈഡർ റൂൾ നമ്മൾ ഉപയോഗിക്കണം. ഇനി ബ്രാഞ്ച് വോൾട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് വോൾട്ടേജ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഉപയോഗിക്കണം. ബ്രാഞ്ച് കറണ്ട് കാണാനായിട്ട് നമുക്ക് കറണ്ട് ഡിവൈഡർ റൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ക്ലിയർ ആണല്ലോ? വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇനി കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് മിക്സഡ് ആണ്. കറണ്ട് ഡിവൈഡർ റൂളും അതുപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ റൂളിന്റെയും പ്രോബ്ലംസ് ഉണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇതൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റിനും ഒന്ന് സ്വയം ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കിർച്ചോഫ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോ പഠിക്കാം. ഓക്കെ, താങ്ക് യു.